കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ പ്രഭുവിനെ ഉപദ്രവിച്ചതാരാ? ആ മാണിക്യം ആര് കവർന്നുകൊണ്ടുപോയി എന്ന കാര്യം ഇപ്പോ നിനക്ക് അറിയാൻ സാധിക്കും. അവൻ ആരാണെന്ന് മനസ്സിലാക്കി ഉടൻ അവനെ നീ വധിച്ചാൽ നിനക്ക് നിന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ സാധിക്കും. ഞാൻ ഉറപ്പായി എന്റെ പ്രഭുവിനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കും. പ്രഭു, പ്രഭു, ഇരിക്കു പ്രഭു. പ്രഭു, അങ്ങയെ ഉപദ്രവിച്ച് ആ നാഗമാണിക്യം കൊണ്ടുപോയത് ആരാണെന്ന് പറയൂ പ്രഭു. അങ്ങയെ ഈ അവസ്ഥയിലാക്കിയതിന് കാരണം ആരാണെന്ന് പറയൂ പ്രഭു. എന്നോട് പറയൂ. അങ്ങയുടെ ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും ഞാൻ അവനോട് പകരം ചോദിച്ചിരിക്കും. അങ്ങയുടെ ശത്രുവിനെ ഞാൻ വധിച്ചിരിക്കും പ്രഭു. ആരെന്ന് പറയൂ പ്രഭു. ആ നാഗമാണിക്യം എടുത്തിട്ട് പോയത് അർജുനോ? അർജുനാണ് എടുത്തിട്ട് പോയതെന്ന് ആ വീരഭദ്രൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ആ മാണിക്യം ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കുന്നില്ല. ആ അർജുൻ എടുത്തെന്ന് പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കുന്നില്ല. പ്രഭു, 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 എഴുന്നേക്ക് പ്രഭു, പ്രഭു. പിന്നെയും അവൻ ഗാഠനിദ്രയിലേക്ക് വീണിരിക്കുകയാണ് മകളെ. നിന്റെ പ്രഭുവിനെ നിനക്ക് തിരികെ കിട്ടണമെങ്കിൽ ഇതിന് കാരണക്കാരനെ നീ വധിക്കണം. ഇത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. അർജുൻ നല്ലവനാണെന്നും എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന ഒരുവനാണെന്നും ഞാൻ അവനെ വിശ്വസിച്ചു. അതുകൊണ്ടാ ആ വീരഭദ്രൻ പറഞ്ഞിട്ട് പോലും അർജുന്റെ മേൽ എനിക്കൊരു സംശയം വരാത്തത്. അതുകൊണ്ടാ അർജുൻ ഞാൻ ചിന്തിക്കുന്നത് അത്രയും നല്ല ഒരുവനൊന്നുമല്ല. അവനൊരു നല്ലവനായിട്ട് ഇത്രയും നാൾ അഭിനയിക്കുമായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ ജീവന് പോലും നോക്കാതെ ആ ദുഷ്ടശക്തിയോട് ഞാൻ പോരാടിയത് നിങ്ങൾക്ക് വേണ്ടി ആ താലി മേടിക്കാനായിരുന്നില്ലേ? ആ താലി നേടിയെടുത്തതിന് ശേഷം ആരുടെ ജീവനാണോ എടുക്കേണ്ടിയിരുന്നത് അവന്റെ കൈ തന്നെ ഞാൻ ആ താലി കൊടുത്തിട്ട് അവരുടെ വിവാഹം നടത്തി. നിങ്ങളുടെ വിവാഹം നടത്തി അനുഗ്രഹം നൽകിയ എന്റെ ഈ കൈ കൊണ്ട് തന്നെ നിന്റെ ആയുസ് ഞാൻ എടുക്കാൻ പോകുന്നു. നിന്നെ പോലെ മോശപ്പെട്ടവരെല്ലാം ഈ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. നിന്റെ ആയുസ് തീരാറായി അർജുൻ. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ. അവസാനം എന്റെ കാലിലും അനുഗ്രഹം വാങ്ങാൻ വന്ന് വീണു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തേനെ. ഇപ്പൊ ശരിക്കും മണ്ടനാരാന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയുടെ ചേട്ടാ.
നല്ല മക്കളാൽ അനുഗ്രഹീതരായി 100 വർഷം സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ദീർഘസുമംഗലീ ഭവ, ദീർഘായുഷ്മാൻ ഭവ. എഴുന്നേക്ക്. അച്ഛാ, അളിയ, ഇത് ഏയ്, സന്തോഷത്തിന്റെ അടയാളമായ വസന്തകാല പറവകളെ പോലെ എന്നും ഒരുപോലെ ഇരിക്കണം. അളിയ, എന്റെ ഈ അനുജത്തിയെ പൊന്ന പോലെ നോക്കണം കേട്ടോ. സോറി അളിയ, എനിക്ക് പൊന്നുപോലെയൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഞാൻ അവളെ വിഷമിപ്പിക്കില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. അങ്ങനെ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ തന്നെ ആദ്യത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ബോറൻ കെറ്റപ്പിൽ നടക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. അളിയ, All the best for your enjoyable life. താങ്ക് യു അളിയ. അർജുൻ, ചിറ്റയുടെയും ചിറ്റപ്പന്റെയും അനുഗ്രഹം വാങ്ങ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാലത്തും ഗുണം പിടിക്കാതെ തമ്മി തല്ലി പിരിഞ്ഞു പോട്ടെ. എനിക്കത് മാത്രം കണ്ടാ മതി. ഹാപ്പി മാരീഡ് ലൈഫ് മക്കളെ. എന്റെ കാലിലൂടെ തൊടൂ. എന്റെ അനുഗ്രഹം നിങ്ങക്ക് വേണ്ടേ? നിനക്ക് അനുഗ്രഹം തന്ന ഈ കൈകൊണ്ട് തന്നെ നിന്റെ ആയുസ് ഞാൻ എടുക്കും അർജുൻ. നിന്നെ പോലെ മോശപ്പെട്ടവരെല്ലാം ഈ ഭൂമിക്കൊരു ഭാരമാണ്. നിന്നെ കൊല്ലാനാ ഞാൻ വരുന്നു അർജുൻ. ഏറ്റവും ആദ്യം അമ്മയിൽ നിന്ന് ആശീർവാദം വാങ്ങാന്ന് വിചാരിച്ചതാ. അവിടുന്ന് എവിടെയായിരുന്നു നാഗദേവതേ? അമ്മയുടെ അനുഗ്രഹം കൊണ്ടാ ഞങ്ങൾ വിവാഹിതരായത്. ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണോ അമ്മേ? അർജുൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഇത്രയും നാൾ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ പ്രഭുവിന്റെ ജീവൻ ആരോ കവരാൻ ശ്രമിച്ചു. അത് മാത്രമല്ലാതെ ആ ക്ഷേത്രത്തിൽ നിന്ന് ആ സഞ്ജീവ മാണിക്യം കട്ടുകൊണ്ടുപോയത് ആരാണെന്ന് അറിയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഇതെല്ലാം ചെയ്തത് നിന്റെ ഭർത്താവ് അർജുനാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്.
പ്രവൃത്തി ചെയ്തവൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. ഇവനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മാറി നിൽക്കാൻ. ഈ താലി കൊണ്ട് തന്ന് ഈ കല്യാണം നടത്തി തന്നത് അമ്മയല്ലേ? ആശീർവാദം തന്ന് ദീർഘ സുമംഗലിയായിരിക്കും എന്ന് പറഞ്ഞത് അമ്മയല്ലേ? എന്നെ സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിച്ച നീ തന്നെ എന്റെ നെറ്റിയിലുള്ള കുങ്കുമത്തെ മായ്ക്കാൻ പോവുകയാണോ? നിന്നെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് കരുതി എന്റെ പ്രണയം ഞാൻ വേണ്ടെന്ന് വെക്കണോ? നിന്നെ സൗഭാഗ്യവതിയാക്കിയിട്ട് ഞാൻ ഈ നഷ്ടങ്ങളൊക്കെ സഹിക്കണമെന്നാണോ? നീ എന്നിൽ ശരണം പ്രാപിച്ചതുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കേണ്ടത് എന്റെ ധർമ്മമായിരുന്നു. എന്റെ ധർമ്മം പാലിക്കേണ്ടത് എനിക്ക് എത്ര പ്രധാനമാണോ അതുപോലെ തന്നെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിലും അതേ അളവിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാറി നിൽക്ക. അമ്മ ഒന്ന് നിക്ക. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ എന്റെ അർജുൻ ചെയ്തത് അത്ര തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ക്ഷേത്രത്തിലുണ്ടായിരുന്ന മാണിക്യത്തെ അർജുൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തതൊന്നുമല്ല. ജീവൻ കൊടുത്ത അമ്മയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്വന്തം മക്കളുടെ കടമയായതുകൊണ്ട് എന്റെ അപ്പച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ആ സഞ്ജീവ മാണിക്യത്തെ എടുത്തോണ്ട് വന്നു അമ്മ. സ്വാമി, താങ്കൾ കൊണ്ടുവരാൻ പറഞ്ഞ സഞ്ജീവ മാണിക്യം ദാ എന്റെ കയ്യിലുണ്ട്. ശംഭോ ശിവശങ്കര. എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ മകൻ ക്ഷേത്രത്തിലെ നാഗമാണിക്യം കൊണ്ടുവന്നെന്നോ? സ്വന്തം അമ്മയെ രക്ഷിക്കുക എന്നത് സ്വന്തം മകന്റെ ധർമ്മമല്ലേ അമ്മേ? എന്റെ അർജുൻ സ്വന്തം ധർമ്മമാണ് നിറവേറ്റിയത്. നീ എങ്ങനെയാണോ നിന്റെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്, അതേപോലെയാണ് എന്റെ അർജുനും ധർമ്മം നിറവേറ്റിയത്. അതെങ്ങനെയാ അമ്മ തെറ്റാവുന്നത്? എന്റെ അർജുനെ കൊല്ലുന്നതാണ് നിനക്ക് ധർമ്മമെങ്കിൽ അപ്പൊ പിന്നെ സ്വന്തം അമ്മയെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് അധർമ്മമാവുന്നത്? പറയൂ നാഗദേവതേ. നിന്റെ അർജുൻ അവന്റെ അമ്മയെ രക്ഷിച്ചത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അപ്പൊ എന്റെ പ്രണയത്തെ ഞാൻ സംരക്ഷിക്കുന്നതും ധർമ്മം തന്നെയല്ലേ? ശരി, ധർമാധർമ്മങ്ങളെ കുറിച്ച് നീ ഇപ്പൊ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറയൂ. എന്നെ ദീർഘസുമംഗലി ആയിരിക്കണമെന്ന് ആശീർവദിച്ചതാണ്. ഇപ്പൊ എന്റെ ഭർത്താവിനെ വധിച്ച് നീ നൽകിയ ആശീർവാദത്തെ നീ തന്നെ തിരിച്ചെടുക്കുന്നത് അത് ന്യായമായി നിനക്ക് തോന്നുന്നുണ്ടോ? എന്നോട് അന്യായം കാണിക്കുന്നത് നിനക്ക് ന്യായമായി തോന്നിയെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യൂ. എന്ന ഒരു കാര്യം കൂടി. എന്താണത്? നിത്യവും നിന്നെ പൂജ ചെയ്യുന്ന എന്നെ പോലൊരു ഭക്തിയെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണെങ്കിൽ എന്നെ സുമംഗലിയായിരിക്കാൻ നീ അനുഗ്രഹിച്ചു. അത് സംരക്ഷിക്കേണ്ടത് ഒരു ഭക്തിയായ എന്റെ കടമയാണ്.
നീ നിന്റെ കടമയിൽ നിന്ന് പിന്മാറിയാലും ഞാൻ എന്റെ കടമയിൽ നിന്നും പിന്മാറില്ല. നിന്റെ ആശീർവാദം നിറവേറാതെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സുമംഗലിയായിരിക്കുമ്പോ തന്നെയായിരിക്കണം എന്റെ മരണവും. അങ്ങനെ ഒരു മരണം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ നിമിഷം മുതൽ ഞാൻ തയ്യാറാണ്. ആദ്യം നീ എന്നെ കൊല്ല്, അതിനുശേഷം നീ അർജുനെ കൊല്ല്. ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, ഇപ്പൊ നിനക്ക് അർജുനെ വധിക്കാൻ സമ്മതിക്കാതെ എന്നെ തടയാൻ സാധിക്കും. ജാതകപ്രകാരം വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നിന്റെ ഭർത്താവ് മരിക്കുമെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഞാൻ പൂജ ചെയ്ത എന്റെ ദൈവത്തിൽ നിന്ന് തന്നെ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ ജാതകത്തിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ കഴിയില്ലെന്നാണോ? ഉറപ്പായും രക്ഷിക്കും, രക്ഷിച്ചിരിക്കും ഞാൻ. എന്റെ ജീവൻ കൊടുത്തായാലും ഞാൻ എന്റെ അർജുനെ രക്ഷിക്കുക തന്നെ ചെയ്യും. നീ എന്റെ അർജുനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ എന്റെ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ ജീവൻ വെടിയാൻ വരെ തയ്യാറെന്ന കാര്യം നീ മറക്കരുതമ്മേ. വാ അർജുൻ. സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാനുള്ളത് എല്ലാം നിനക്കറിയാവുന്നതാണ്. എല്ലാം അറിഞ്ഞിട്ട് കൂടി ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയില് എന്തിനാ എന്നെ എത്തിച്ചത്? ഇത് അന്യായമാണ് മഹാദേവ. എത്രയോ വർഷങ്ങളായി ഞാനും എന്റെ പ്രഭുവും നിന്റെ ക്ഷേത്രത്തിന് കാവലായി നിന്ന് നിന്റെ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിനുള്ളിലെ നിധിയെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുവല്ലേ. നിനക്ക് സേവ ചെയ്യുന്നത് ജീവിതത്തിന്റെ കടമയായി വിചാരിച്ച എന്റെ പ്രഭുവിനെ നീ രക്ഷിക്കാതെ വിട്ടുകളഞ്ഞല്ലോ. എന്റെ പ്രഭുവിനെ പഴയ പ്രഭുവെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തരാതെ പോയല്ലോ നീ.
ഇത് അന്യായമാണ് മഹാദേവ, അന്യായമാണ്. നിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ആ സഞ്ജീവ മാണിക്യം എടുത്തുപോയ ആ അർജുനെ കൊല്ലാതെ എന്റെ പ്രഭു തിരികെ വരില്ല. പക്ഷെ അർജുനെ കൊല്ലാനുള്ള അവസരം കിട്ടാത്ത രീതിയിൽ ഞാൻ തന്നെ ആ ഭവാനിക്ക് അനുഗ്രഹം കൊടുത്ത് എന്റെ കൈകൊണ്ട് തന്നെ താലിയെടുത്തു കൊടുത്ത് അവരുടെ കല്യാണം നടത്തി. എന്തിനാ അങ്ങ് ഇങ്ങനെ ചെയ്തത് മഹാദേവ? എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ ഒരു അവസരം എനിക്ക് തരാത്തത് കൊണ്ട് എനിക്ക് എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രഭു ഇല്ലാതെ ഞാൻ ജീവനോട് ഇരിക്കില്ല, ജീവനോട് ഇരിക്കാൻ കഴിയില്ല. എന്റെ പ്രഭു മരിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ശക്തി എനിക്കില്ല മഹാദേവ. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ കൺമുന്നിൽ, നിന്റെ ഈ സന്നിധിയിൽ ഞാൻ വെന്ന് വെണ്ണീറാവൂ എന്റെ മഹാദേവ. തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും. എന്റെ പ്രഭുവില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, കഴിയില്ല മഹാദേവ. എനിക്ക് ഈ ജീവിതം വേണ്ട. എന്റെ പ്രഭുവില്ലാത്ത ഈ ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് ഇപ്പൊ തന്നെ അഗ്നിക്ക് ഇരയാകോ? എന്നെ നിന്റെ സന്നിധിയിൽ തന്നെ ലയിപ്പിക്കും മഹാദേവ. എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല, കഴിയില്ല. നിൽക്കൂതാഗ്നി.